വയനാട് ദുരന്തഭൂമിയിൽ പ്രധാനമന്ത്രിയും സംഘവും സന്ദർശിക്കുകയാണ്. സന്ദർശനത്തിൽ ഏറ്റവും പ്രധാന പ്രതീക്ഷയായി കേരളം മുമ്പോട്ട് വെക്കുന്നത് പ്രത്യേക പാക്കേജ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അനുവദിക്കുമോ, പുനരുദ്ധാരണത്തിനും പുനർനിർമ്മാണത്തിനുമായി അടക്കം ഉപയോഗിക്കാൻ, പിന്നീട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ ആ അർത്ഥത്തിലുള്ള പ്രിവിലേജ് ഈ ദുരന്തഭൂമിക്ക് ലഭിക്കുകയുള്ളൂ. അത് സാധ്യമാകുമോ എന്നുള്ളതാണ് ഇതിൽ രണ്ട് ചോദ്യങ്ങളായി ബാക്കിയുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഇപ്പോൾ റോഡ് മാർഗമാണ് ചൂരൽമലയിലേക്ക് പ്രധാനമന്ത്രിയും സംഘവും എത്തുന്നത്. മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. നേരത്തെ വ്യോമമാർഗത്തിലുള്ള നിരീക്ഷണത്തിൽ കൃത്യമായി ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തതും നമുക്ക് കാണാമായിരുന്നു. ഇനി ഇപ്പോൾ റോഡ് മാർഗം ചൂരൽമലയിൽ എത്തിയിരിക്കുന്നു. പിന്നീട് അതിനുശേഷമാണ് മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലൊന്ന്, സെൻറ്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലൊന്ന് സന്ദർശിക്കുക. പിന്നീട് സ്വകാര്യ ആശുപത്രിയിലെത്തി അവിടെ പരിക്കേറ്റ് കഴിയുന്നവരെയും സന്ദർശിക്കും പ്രധാനമന്ത്രി. അതിനുശേഷം കൽപ്പറ്റയിലെ കളക്ട്രേറ്റിൽ ചേരുന്ന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ കൽപ്പറ്റയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ കൂടി ചേരുകയാണ് ഈ ഘട്ടത്തിൽ. തിയോഫിൻ, എപ്പോഴേക്കായിരിക്കും 3 മണിവരെയാണ് ഈ സന്ദർശനം നീളുക? സമഗ്രമായി എല്ലാ മേഖലകളെയും മാക്സിമം കവർ ചെയ്ത് സുരക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ കവർ ചെയ്താണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പോൾ ചൂരൽമലയിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. ഇതിനുശേഷമാണ് മേപ്പാടിയും ദുരിതാശ്വാസ ക്യാമ്പും പിന്നീട് കളക്ട്രേറ്റിലേക്കും എത്തുക. അവിടെ എൻ്റെ ക്രമീകരണങ്ങളൊക്കെ ആയോ തിയോഫിൻ? അജിംഷാദ്, എല്ലായിടത്തും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും വളരെ കൃത്യതയോടുകൂടി തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചതിൽ നിന്നും ഒരു പക്ഷേ അല്പസമയം കൂടി നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം നിലവിൽ കണക്ക് കൂട്ടിയ സമയത്തിനേക്കാൾ ഒരല്പം കൂടി വൈകിയാണ്, അല്ലെങ്കിൽ ആ സമയം വിട്ടാണ് ഇപ്പോൾ യാത്രകളും അദ്ദേഹത്തിൻ്റെ ഓരോ പോയിന്റിലേക്ക് എത്തുന്നതും മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യോഗം കൂടി കഴിയുമ്പോൾ ഒരു പക്ഷേ 3 മണി എന്നത് അതിനേക്കാൾ നീളാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും വളരെ കൃത്യനിഷ്ഠ പാലിച്ച് തന്നെ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കി ഇന്നലെ തന്നെ അതിനുള്ള സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി. റോഡരികിൽ നമുക്കെല്ലാം കാണാം, ഇവിടെ സ്ഥിരമായ ബാരിക്കേഡ് ടൗണിലുണ്ട്, കൽപ്പറ്റ ടൗണിലാണ്. ഈ ബാരിക്കേഡ് ഒഴികെയുള്ള മറ്റ് ഭാഗങ്ങളിലെല്ലാം താൽക്കാലിക ബാരിക്കേഡുകൾ വെച്ച് കവർ ചെയ്ത് റോഡിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാതെ ഈ നഗരത്തിലുള്ള ഇപ്പോൾ മറ്റ് ഗതാഗതങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. അത്യാവശ്യ വാഹനങ്ങൾ മാത്രം, ആംബുലൻസ് ഉൾപ്പെടെയുള്ള അത്യാവശ്യ വാഹനവും വളരെ പ്രധാന ആവശ്യങ്ങൾക്കായി കടന്നു പോകേണ്ടവരുടെ വാഹനങ്ങളും മാത്രമാണ്. പിന്നെ പോകുന്നത് പോലീസ് വാഹനങ്ങളാണ്. ഇത് മാത്രമാണ് ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത്. ചൂരൽമലയിലുള്ള സന്ദർശനം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി മേപ്പാടിയിലുള്ള ക്യാമ്പിൽ എത്തും. ക്യാമ്പിലുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ എല്ലാവരെയും കാണാൻ കഴിയില്ലെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് പേരെ കണ്ട് അവരോട് തങ്ങൾ അനുഭവിച്ച ദുരന്തത്തിൻ്റെ കാര്യങ്ങളും തങ്ങളുടെ പ്രയാസങ്ങളും എല്ലാം അദ്ദേഹം ചോദിച്ചറിയുമെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ കഴിയുന്ന ഈ ദുരന്തത്തിൽ നിന്നും സർവൈവ് ചെയ്ത് വന്നവരെ അവരെ കൂടി കണ്ട് അവരുടെ അനുഭവങ്ങളും കാണുകയും അവരെ ആശ്വസിപ്പിക്കാനും പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം, ഉദ്യോഗസ്ഥ സംഘം ഉൾപ്പെടെ ഉണ്ട്. ഇവരെല്ലാവരും അവിടെ എത്തും. അതിനുശേഷം കളക്ടറേറ്റിൽ ഒരു യോഗമുണ്ട്. ഇതിൻ്റെ ഒരു വിലയിരുത്തൽ യോഗം, അവലോകന യോഗം നടക്കും. ഈ അവലോകന യോഗത്തിന് ശേഷമാണ് റോഡ് മാർഗം വീണ്ടും കൽപ്പറ്റയിലുള്ള സ്കൂൾ ഗ്രൗണ്ടിലേക്ക് എത്തി ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി കണ്ണൂരിലേക്ക് പോവുക. കണ്ണൂരിൽ നിന്നും എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം ഡൽഹിക്ക് പോകും. ഇങ്ങനെയാണ് ഷെഡ്യൂൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. കൽപ്പറ്റ ടൗണിൽ ഗതാഗത തിരക്കുകളെല്ലാം ഒഴിവാക്കി, ആരുമില്ല, വാഹനങ്ങളൊന്നുമില്ല. ഈ കൃത്യസമയത്ത് പാസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും, അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഒരു ബന്ദോബസ്തുണ്ട്. എല്ലായിടത്തും നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ളൊരു ക്രമീകരണം ഒരുക്കിക്കൊണ്ടാണ് യാത്ര. പക്ഷേ ഇവിടുത്തെ ഏറെ ദൂരം യാത്ര ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെയാണ് ചൂരൽമലയിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ കണക്ക് കൂട്ടിയതിനേക്കാൾ അല്പം കൂടി സമയം നീളാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ തിരികെ ദുരിതാശ്വാസ ക്യാമ്പ്, ആശുപത്രിയിലെ സന്ദർശനം എല്ലാം കുറച്ച് സമയം കൂടി മുന്നോട്ട് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഈ അവലോകന യോഗം. അവലോകന യോഗത്തിൽ പ്രധാനമായും കേരളം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു പ്രത്യേക പാക്കേജാണ്. കേരളത്തിൽ ഈ വയനാടിനെ L3 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അതിനുവേണ്ടിയുള്ള ഒരു പ്രത്യേക വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നൽകേണ്ട രീതിയിലുള്ള ഒരു ആശ്വാസം അത്തരത്തിലുള്ള ഒരു പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണ്ട ദുരിതാശ്വാസ പാക്കേജ്, അതിനുവേണ്ട
കാര്യങ്ങളെല്ലാം ചെയ്തു തരാനാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇതൊരു ചെറിയ രീതിയിൽ തീർക്കാവുന്ന ഒരു കാര്യമല്ല. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ ദുരിതം അനുഭവിക്കേണ്ടി വന്ന ഈ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയുമുള്ള ജനങ്ങളെ ഇവരെ ഒരുമിച്ച് കാരണം അവരും സർവൈവ് ചെയ്തവരെല്ലാം ആവശ്യപ്പെട്ട ഒരു സർക്കാരിനോട് മുന്നോട്ട് വെച്ച മന്ത്രിമാർ ചെന്നപ്പോഴും മന്ത്രിമാരോടും പറഞ്ഞത് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള, കാരണം വളരെ ഐക്യത്തോടെ കഴിഞ്ഞു പോകുന്നവരാണ്, യാതൊരു ഭേദവുമില്ലാതെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരിടത്ത് നിൽക്കാനുള്ളൊരു കാരണം ഈ ഭൂമിയിൽ ഇനി താമസിക്കാൻ കഴിയില്ല. അപ്പോൾ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കുകയാണെങ്കിൽ ഒരുമിച്ച് എല്ലാവർക്കും താമസിക്കാനുള്ളൊരു സൗകര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു ഒരു ഒരു പാക്കേജ് ആ ഒരു രീതിയിലാണ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു പ്രത്യേക ഒരു പക്ഷേ ഒരു കോളനി സംവിധാനം പോലെ അത്തരത്തിലൊരു എല്ലാ വീടുകളും അത്രയധികം വീടുകളെ ഒരുമിച്ച് അടുത്ത് തന്നെ ഇവർക്ക് ഒരുമിച്ച് കാണാം. കൽപ്പറ്റയിൽ ഇപ്പോൾ തിയോഫിൻ നിൽക്കുന്ന പ്രദേശം അതുവഴിയാകാം പ്രധാനമന്ത്രി കളക്ടറേറ്റിലേക്ക് റോഡ് മാർഗം ചൂരൽമലയിൽ നിന്നും മേപ്പാടിയിൽ നിന്നുമൊക്കെ എത്തുക. അപ്പോൾ സ്വാഭാവികമായും അവിടെ എല്ലാ ക്രമീകരണങ്ങൾക്കും സൂചമാകുന്ന സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കുന്നു. അതായത് ഇത് കഴിഞ്ഞാൽ ഇതുവഴി തന്നെയാണ് പ്രധാനമന്ത്രി പോകുന്നതെന്ന് ഉറപ്പാകുന്നു. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 2300 കോടിയുടെ പാക്കേജ് ഈ വയനാടിൻ്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. ഇതാണ് സംസ്ഥാനം മുമ്പോട്ട് വെക്കുന്ന ആവശ്യം. അപ്പോൾ അത് സാധ്യമാവുക എന്നുള്ളതാണ്. ഈ യോഗം, കളക്ടറേറ്റിലെ യോഗം ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അജണ്ട പ്രധാനമായും ക്രമീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ്? യോഫിൻ, തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പാക്കേജ്, അതായത് വയനാട്ടിലെ ജനത അനുഭവിക്കേണ്ടി വന്ന തങ്ങൾക്കുണ്ടായ നഷ്ടം, എല്ലാ വിധത്തിലുമുള്ള നഷ്ടമുണ്ടായിട്ടുണ്ട്. അതെല്ലാം നികത്താനുള്ള അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാക്കേജ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ യോഗത്തിലാണ്, കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിലാണ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ട പാക്കേജിന് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുക. കാരണം അതിനു മുൻപാണ് ഈ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്ററിലുള്ള ഒരു ഏരിയൽ വ്യൂ ഈ ദുരന്തമുണ്ടായ സ്ഥലത്തിനെ, അത് കഴിഞ്ഞ് ദുരന്തത്തിൽ അനുഭവിക്കേണ്ടി വന്നവരും അതിൽ നിന്ന് സർവൈവ് ചെയ്തവരുമായി അവരോട് നേരിട്ട് സംവദിക്കുന്നു. അതിനുശേഷമാണ് ഈ പാക്കേജിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അപ്പോഴാണ് ഇത് എത്രത്തോളം ജനങ്ങളെ ബാധിച്ചു എന്ന് പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെടുക. അതിനുശേഷമാണ് ഈ അവലോകന യോഗം നടക്കുന്നത്. യോഗത്തിലാണ് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും ഈ പാക്കേജിനായുള്ള ആവശ്യം ഉന്നയിക്കുക. കാരണം അതിൻ്റെ ആവശ്യകത എത്രത്തോളം അനിവാര്യമാണ്. ഇങ്ങനെയൊരു പാക്കേജ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ L3 എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദുരന്ത നിവാരണ ശ്രമങ്ങൾ, അതിനുള്ള ഒരു കാരണം ഇതിനെല്ലാം പണം കിട്ടിയേ തീരൂ. സംസ്ഥാന സർക്കാരിനും ജനങ്ങൾക്കും കൂടി മാത്രം ഈ അല്ലെങ്കിൽ ഇതിലുണ്ടായ നാശനഷ്ടങ്ങൾ കവർ ചെയ്ത് ജനങ്ങളെ ഒരു പുനരധിവസിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് എത്താൻ കഴിയില്ല. എന്തായാലും കേന്ദ്ര സഹായം കിട്ടിയേ തീരൂ. അപ്പോഴാണ് നമ്മൾ ഈ പ്രത്യേക പാക്കേജിൻ്റെ ആവശ്യം ഉന്നയിക്കുന്നത്. കാരണം അത്രയും വലിയൊരു ദുരന്തമാണ്. കാരണം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം ഉയർന്നതെങ്കിലും അതിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ നേരത്തെ ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്കായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആ പ്രത്യേക പാക്കേജ്, സമാന രീതിയിലുള്ളൊരു പാക്കേജിനാണ് നമ്മുടെ ആവശ്യം. അത് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ അത് മുന്നോട്ട് വയ്ക്കുന്നത് ഈ യോഗത്തിലാണ്. ആ യോഗശേഷമാവും അതിനുള്ള നിർണായക തീരുമാനമുണ്ടാവുക. എന്തായാലും വളരെയധികം കഷ്ടനഷ്ടങ്ങൾ ഈ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇതിനെ ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് കരകയറുന്നതിനായി അതിനുവേണ്ട ഒരു സാമ്പത്തിക ഉത്തേജനവും നഷ്ടപരിഹാരങ്ങളും എല്ലാം ഉൾപ്പെടെയുള്ളത് മാത്രമല്ല, ഇവരെ ഒരുമിച്ച് താമസിച്ചിരുന്നവരെ ഒരുമിച്ച് തന്നെ വീണ്ടും ബാക്കിയായവരെ ഒരുമിച്ച് നിൽക്കാൻ, എന്നും കണ്ടിരുന്നവരെ ഒരുമിച്ച് കാണാൻ, അവർക്ക് ഐക്യത്തോടുകൂടി കഴിയാനുള്ള ഒരു സംവിധാനം, അത്തരത്തിലുള്ള ഒരു സിസ്റ്റം, അതിനുവേണ്ടി ഇവർക്ക് ഒരുമിച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ളൊരു പദ്ധതിയാണ് സർക്കാർ തയ്യാറാക്കുന്നത്. അതുകൂടി കേന്ദ്രത്തിന് മുന്നിലേക്ക് വയ്ക്കും. അതുകൂടി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നിലയിലുള്ള ഒരു ശ്രമത്തിലേക്കാണ്. അതിനുള്ള പരിശ്രമം വളരെ അടിയന്തരമായി തന്നെ തുടങ്ങേണ്ടതുണ്ട്. നിലവിൽ ക്യാമ്പുകളിൽ താമസിക്കുന്നവരെ അതുവരെ ഇനിയൊരു പുതിയ വീട് നൽകി അതിലേക്ക് ഒരുമിച്ചവരെ കൂട്ടിച്ചേർത്ത് താമസിപ്പിക്കുന്നതുവരെ മറ്റ് താമസ സൗകര്യം കൂടി ഇവർക്കും ഒരുക്കേണ്ടതുണ്ട്. അതിനും ചിലവുണ്ട്. അത്തരത്തിലുള്ള ഇതെല്ലാം ചേർന്നുള്ളൊരു വലിയ പാക്കേജാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നടത്താനുള്ള ശ്രമത്തിലാണ് സർക്കാരും ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ മുഴുവൻ സർക്കാർ സംവിധാനവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആലോചിച്ച് അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി അടുത്ത നടപടിയായി ചെയ്യേണ്ടതുള്ളത്. അതിനുശേഷമാണ് കേന്ദ്രത്തിൽ നിന്നും ഇതെല്ലാം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ലഭിക്കേണ്ടതും. അജിംഷാദ്, ഈ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കൽപ്പറ്റ യോഗത്തിൽ ആരൊക്കെയാകും ഉണ്ടാവുക ഔദ്യോഗികമായി തന്നെ?
ഔദ്യോഗികമായി ഈ യോഗത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി ഉണ്ടാകും, കേന്ദ്രമന്ത്രിമാരും ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി, അതോടൊപ്പം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിലുള്ളൊരു പ്രധാന നിർണായക യോഗമാണ് ഈ അവലോകന യോഗം നടക്കുന്നത്. കാരണം ഈ സ്ഥലങ്ങൾ ഈ യോഗം എന്തുകൊണ്ടാണ് ഏറ്റവും അവസാനമുള്ളത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു തീവ്രത പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഹെലികോപ്റ്ററിലുള്ള കാഴ്ചയും അതിനുശേഷം ഇവരെല്ലാം നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തതിനു ശേഷം യോഗത്തിലേക്ക് പോകുന്നത്. കാരണം അല്ലാതെ ഉദ്യോഗസ്ഥർ ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹത്തിന് അത് ഒരുപക്ഷെ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഹെലികോപ്റ്ററിൽ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. ഹെലികോപ്റ്ററിലുള്ള സന്ദർശനത്തിൽ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തോട് ഈ ദുരന്തമുണ്ടായ ഭൂമിയിൽ എത്രത്തോളം അത് ജനങ്ങളെ എങ്ങനെയെല്ലാം ബാധിച്ചിട്ടുണ്ട്, എവിടെയെല്ലാം വീടുകളുണ്ടായിരുന്നു, വിദ്യാലയം ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അത് പറഞ്ഞുകൊടുത്ത് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് ഈ ദുരന്തത്തിൽ സർവൈവ് ചെയ്തവരെ അദ്ദേഹം നേരിട്ട് കാണുന്നത്. ഈ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിൽ ആശുപത്രിയിൽ കഴിയുന്നവരെയും കണ്ട ശേഷം യോഗത്തിലേക്ക് കടക്കുക. അപ്പോഴാണ് യോഗത്തിൽ ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രിയോട് ഈ കാര്യങ്ങളെല്ലാം ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉൾപ്പെടെ ഇത് പറഞ്ഞു കൊടുക്കാൻ, ഇത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുക. അപ്പോഴാണത് അദ്ദേഹത്തിന് പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുക എന്നതുകൊണ്ട് തന്നെയാണ് ഈ സന്ദർശനങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം യോഗം നടക്കുന്നത്. എന്തായാലും യോഗത്തിൽ അനുകൂലമായൊരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരും ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ആ നാടിനെ ഉലച്ച, കേരളത്തെ ആകെ ഞെട്ടിച്ച വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിൻ്റെ സഹായം, കേരളം ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു സഹായം, 2300 കോടിയുടെ സഹായം എന്ന പ്രത്യേക പാക്കേജ് ദുരന്തഭൂമിക്ക് ലഭിക്കുമോ, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.